നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെറുപ്പമാകുമെന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 80-ലധികം KSU പ്രവർത്തകർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചിട്ടുണ്ട്. ജൻസി മീറ്റപ്പ് യാത്രയുമായിട്ട് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2-3 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് മൊത്തത്തിൽ നടക്കുകയാണ്. ഇതിന് ഇടയിലാണ് KSUവിൻ്റെ സംസ്ഥാന നേതാവ് അലോഷ്യസ് സേവ്യർ ജൻസി കണക്ട് എന്ന യാത്രയുമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര എത്തിയിരിക്കുകയാണ്. അന്നേരമാണ് നമ്മളെ കേരള വിഷൻ ന്യൂസുമായി അദ്ദേഹം സംസാരിക്കുന്നത്. അലോഷ്യസെ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ യുവത്വത്തെയൊക്കെ പാർട്ടി സ്ഥാനാർത്ഥികളായിട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി കൂടുതൽ ചെറുപ്പമാകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ ആകുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം 84ഓളം KSUവിൻ്റെ സഹപ്രവർത്തകർക്ക് വിവിധ തലങ്ങളിൽ മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. അത് നല്ല ടൈറ്റ് ഫൈറ്റിംഗ് സീറ്റുകളാണ് നമുക്ക് ലഭിച്ചത്. അതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും KSUവിൻ്റെ സഹപ്രവർത്തകർ വിജയിച്ചു കയറി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം പുതുതലമുറയെ ആവശ്യപ്പെടുന്നുണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീർച്ചയായിട്ടും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകളെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് ഇടയിലായി കേൾക്കുന്നത് ഈ പുതു തലമുറയ്ക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ജൻസി തലമുറയ്ക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തോട് അധികം താല്പര്യമില്ല. പ്രത്യേകിച്ച് മൈഗ്രേഷൻ കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. എങ്ങനെയാണ് KSU അതിനെ നോക്കി കാണുന്നത്? ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു യാത്രയുമായി സംസ്ഥാന KSU കമ്മിറ്റി ആരംഭം കുറിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ മൈഗ്രേഷനാണ്. കാരണം കഴിഞ്ഞൊരു 10 വർഷക്കാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അതും എന്ത് ചെയ്യുന്നു, ഡിഗ്രി കഴിയുമ്പോഴല്ല +2 കഴിയുമ്പോൾ തന്നെ നിരവധിയായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട് വിട്ടുപോവുകയാണ്. അതിന്റെ മുഖ്യമായിട്ടുള്ള ഒരു കാരണം യാത്രയിൽ ഉടനീളം ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ നാടിന്റെ സംവിധാനങ്ങളോട് ഈ ചെറുപ്പക്കാർക്ക് യാതൊരു താല്പര്യമില്ല. പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടല്ല അവർ വിദേശത്ത് പോകുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം, അല്ലെങ്കിൽ സദാചാര പോലീസിങ്, അവർക്ക് എല്ലായിടങ്ങളിലും ചോദ്യങ്ങളെ നേരിടേണ്ടത്, അങ്ങനെ വലിയ രീതിയിലേക്ക് ഇവിടുത്തെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ തൃപ്തരല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസുകൾ, നൂതനമായിട്ടുള്ള കോഴ്സുകൾ പരീക്ഷിക്കാത്തത്, അല്ലെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്താത്തത്, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ പുതുതലമുറ നേരിടുന്നുണ്ടെന്നൊരു ഒരു ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സർക്കാരുകൾ ഈ വിഷയങ്ങൾക്ക് ഒരു പരിഗണന നൽകുന്നില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് വിദേശത്തേക്ക് പലായനം ചെയ്യുമ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ നിശബ്ദരായിട്ടിരിക്കുകയാണ്. അതിൽ വലിയ രീതിയിലേക്കുള്ള അമർഷം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഈ യാത്രയിൽ ഉടനീളം കാസർഗോഡ് നിന്ന് പത്തനംതിട്ട ജില്ലയിൽ എത്തുമ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രതിഫലനങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 2026 കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആ സർക്കാർ നിശ്ചയമായും പരിഗണന കൊടുക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ജൻസി തലമുറയുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാരായിരിക്കണം കടന്നു വരുന്നത്. അതിന് തീർച്ചയായിട്ടും UDF അതിനൊരു പരിഗണന നൽകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്റ്റുഡന്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിലുടനീളം ഞങ്ങൾ സഞ്ചരിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ച് ഞങ്ങളൊരു വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി കേരളത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് ഞങ്ങൾ കൊടുക്കും. ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ അത് കൊണ്ടുവന്നതിന് ശേഷം ഭരണത്തിൽ വരുമ്പോൾ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കും. നമ്മുടെ യാത്രയുടെ സന്ദേശവും ലക്ഷ്യവും എന്തൊക്കെയാണ്? നമ്മുടെ യാത്രയുടെ മുദ്രാവാക്യം തന്നെ ഇവിടെ ജീവിക്കണം, ഇവിടെ ജയിക്കണം. അതായത് ഇവിടുത്തെ ഈ പുതിയ തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നമുക്ക് ഇവിടെ എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ജയിച്ചേ മതിയാകൂ. 2026 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന്റെ ഒരു സർക്കാർ ഉണ്ടാകണം, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. അത് പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്ന, അവരുടെ പ്രതീക്ഷകൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം കേരളത്തിൽ അധികാരത്തിലുണ്ടാകുന്നത്. ആ ഒരു സന്ദേശവുമായിട്ടാണ്, ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു യാത്രയുമായിട്ട് കടന്നു വന്നത്. പ്രത്യേകിച്ച് ഇപ്പം രാസലഹരിയുടെ അമിത ഉപയോഗം ക്യാമ്പസുകളിൽ ഒന്നും നമ്മൾ പറയുന്നില്ല. അലോഷ്യസിന് അറിയാമല്ലോ അതിനെ എങ്ങനെയാണ്
നിങ്ങൾ അതിനെ പ്രതിരോധിക്കാനോ ഒക്കെയുള്ള അതിനുള്ളൊരു ബോധം? ഞങ്ങള് കാരണം ഒരു വർഷത്തിന് മുൻപ് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ക്യാമ്പസ് ജാഗരണ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര ഞങ്ങൾ തുടക്കം കുറിച്ചു. അന്ന് ഞങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ അന്ന് വലിയ രീതിയിലേക്കുള്ള രാസലഹരിയുടെ ഉപയോഗം മൂലം പുതുതലമുറയുടെ കുറെ അനിഷ്ട സംഭവങ്ങൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊരു യാത്ര ആരംഭം കുറിക്കുന്നത്. അന്ന് ഞങ്ങൾ കേരളത്തിന്റെ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല. സർക്കാർ എടുക്കുന്ന ഏത് ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്കും ഒന്നാമത് പിന്തുണ കൊടുക്കുന്ന സംഘടനയുടെ പേര് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്നായിരിക്കും. ഇതിൽ രാഷ്ട്രീയത്തിന്റെ മറ്റേ നിറം ഒന്നും ചേർക്കാതെ നിങ്ങൾ ഈ വിഷയത്തെ പറ്റി അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന്റെ എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള കുറെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇതിന്റെ ഉപയോക്താക്കളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുൻപിൽ വന്നുകൊണ്ട് കാര്യമില്ല. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ഉത്ഭവിക്കുന്നത് എന്ന് കണ്ടെത്തി അതിന്റെ സോഴ്സിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, സർക്കാരിനൊരു ആത്മാർത്ഥതയുണ്ടെന്ന് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ദൗർഭാഗ്യവശാൽ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് ഇതിന്റെ ലഹരിയുടെ ഉത്ഭവങ്ങളെ അല്ലെങ്കിൽ ഉറവിടങ്ങളെ എത്ര ഇടങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചു, എവിടെയെല്ലാം റെയ്ഡ് ചെയ്യാൻ സാധിച്ചു, അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതേ സെയിം കണക്ക് തന്നെയാണ് അല്ലെങ്കിൽ സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. സർക്കാർ ഇതൊന്നും ഇവരുടെ പരിഗണനാ വിഷയമല്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർ നശിക്കുന്നുവെന്നോ അവർ വലിയ രീതിയിലേക്കുള്ള പ്രതിരോധത്തിലും പ്രശ്നത്തിലേക്കും ഇതൊന്നും സർക്കാരിനെ ബാധിക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊതുഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ PR എക്സർസൈസുകൾ കൂടുതൽ നടത്തുക, അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതിൽ കവിഞ്ഞ് യാതൊരു രീതിയിലേക്കുള്ള ആത്മാർത്ഥതയും ഈ സർക്കാരിന് ഇല്ല എന്നതാണ് ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ സർക്കാർ കാണിച്ചിരിക്കുന്ന ഈ അനാസ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം. അതിലെല്ലാം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമുണ്ട്. അതിലെല്ലാം ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, വോട്ടിന്റെ രൂപത്തിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നേതൃത്വം കൊടുക്കുന്ന തലമുറ ജൻസി തലമുറയായിരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവതലമുറ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നമ്മളോടൊപ്പം പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.